ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ശ്രുതി. നമുക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കണമെങ്കിൽ അത്യാവശ്യം ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന കുറച്ച് ഇംഗ്ലീഷ് വാക്കുകളുടെയെങ്കിലും മലയാള അർത്ഥം നമ്മൾ പഠിച്ചിരിക്കണം. ഇത് നമുക്ക് സംസാരിക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മളെടുത്ത് ഒരാൾ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിലും അത്യാവശ്യം കുറച്ച് വാക്കുകളുടെയെങ്കിലും മലയാള അർത്ഥം നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു സീരീസ് തുടങ്ങാൻ പോവുകയാണ്. ഇതിൽ നമുക്ക് 30 ദിവസങ്ങൾ കൊണ്ട് 3000 വാക്കുകളുടെ അർത്ഥം പഠിക്കണം. ഇന്നത്തെ വീഡിയോയിൽ 100 വാക്കുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് 30 വീഡിയോകളിലായിട്ട് 3000 വാക്കുകൾ കവർ ചെയ്യണം. ഓരോ വാക്കിന്റെയും മലയാള അർത്ഥവും അതെങ്ങനെ ഒരു സെന്റൻസിൽ ഉപയോഗിക്കാമെന്നും നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഫോമർ. ഫോമർ എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞ, ആദ്യം സൂചിപ്പിച്ച, പണ്ടത്തെ, ഇതൊക്കെയാണ് അർത്ഥം. ദ ഫോമർ പോയിന്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ദ ഫോമർ പോയിന്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട. ദ ഫോമർ പോയിന്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ആദ്യത്തെ പോയിന്റ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ലാറ്റർ, ഒടുവിൽ പറഞ്ഞ, രണ്ടാമത് പരാമർശിച്ച, പിന്നീടുള്ള, ഇതൊക്കെയാണ് അർത്ഥം. ദ ലാറ്റർ പോയിന്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. പിന്നീടുള്ള പോയിന്റ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കോണ്ടെക്സ്റ്റ്. കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സാഹചര്യം, സന്ദർഭം, ഇതൊക്കെയാണ് അർത്ഥം. ഇൻ വാട്ട് കോണ്ടെക്സ്റ്റ് ഡിഡ് ഹി സേ ഇറ്റ്? ഇൻ വാട്ട് കോണ്ടെക്സ്റ്റ് ഡിഡ് ഹി സേ ഇറ്റ്? ഏത് സാഹചര്യത്തിലാണ് അല്ലെങ്കിൽ ഏത് സന്ദർഭത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞത്? ലെജിബിൾ. ലെജിബിൾ എന്ന് പറഞ്ഞാൽ സ്പഷ്ടമായ, വ്യക്തതയോടെ എഴുതിയ അല്ലെങ്കിൽ പ്രയാസമില്ലാതെ വായിക്കാവുന്ന, ഇതൊക്കെയാണ് അർത്ഥം. യുവർ ഹാൻഡ് റൈറ്റിംഗ് ഈസ് നോട്ട് ലെജിബിൾ. യുവർ ഹാൻഡ് റൈറ്റിംഗ് ഈസ് നോട്ട് ലെജിബിൾ. നിന്റെ കൈയക്ഷരം വ്യക്തതയുള്ളതല്ല. അല്ലെങ്കിൽ നമുക്ക് പറയാം ഹെർ ഹാൻഡ് റൈറ്റിംഗ് വാസ് നീറ്റ് ആൻഡ് ലെജിബിൾ. ഹെർ ഹാൻഡ് റൈറ്റിംഗ് വാസ് നീറ്റ് ആൻഡ് ലെജിബിൾ. അവളുടെ കൈയക്ഷരം വൃത്തിയുള്ളതും വ്യക്തവുമായിരുന്നു. ഡിസ്പൈസ്. ഡിസ്പൈസ് എന്ന് പറഞ്ഞാൽ നിന്ദിക്കുക, വെറുക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ഐ ക്യാൻ നെവർ എവർ ഫോർഗീവ് ഹിം. ഐ ഡിസ്പൈസ് ഹിം. ഫോർഗീവ് എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുക. ഐ ക്യാൻ നെവർ എവർ ഫോർഗീവ് ഹിം. എനിക്ക് അവനോട് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല. ഐ ഡിസ്പൈസ് ഹിം. ഞാൻ അവനെ വെറുക്കുന്നു. റെസ്യൂം. റെസ്യൂം എന്ന് പറഞ്ഞാൽ പുനരാരംഭിക്കുക, വീണ്ടും തുടങ്ങുക, വീണ്ടും ചെയ്യുക, ഇതൊക്കെയാണ് അർത്ഥം. ഐ റെസ്യൂം മൈ വർക്ക് ആഫ്റ്റർ എ ബ്രേക്ക്. ഐ റെസ്യൂം മൈ വർക്ക് ആഫ്റ്റർ എ ബ്രേക്ക്. ഒരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ എൻ്റെ ജോലി പുനരാരംഭിക്കും. ഇതിന് വേറൊരു അർത്ഥം കൂടെ ഉണ്ട്. നമ്മൾ ഇന്റർവ്യൂവിനൊക്കെ പോണ സമയത്ത് കയ്യിൽ കരുതുന്ന ഒരു കാര്യമുണ്ട്, റെസ്യൂമെ. ഇവിടെ പ്രൊനൗൺസിയേഷന് ചെറിയ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. സ്പെല്ലിംഗ് ഒക്കെ ഒരുപോലെ തന്നെയാണ്. റെസ്യൂമെ. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പ്ലീസ് സെൻഡ് യുവർ റെസ്യൂമെ ടു ദ HR ഡിപ്പാർട്ട്മെന്റ്. ദയവായി നിങ്ങളുടെ റെസ്യൂമെ HR ഡിപ്പാർട്ട്മെന്റിലേക്ക് അയക്കുക. അക്സെപ്റ്റ്. അക്സെപ്റ്റ് എന്ന് പറഞ്ഞാൽ അംഗീകരിക്കുക, സ്വീകരിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ഹി അക്സെപ്റ്റഡ് മൈ അഡ്വൈസ് ഇൻ ദിസ് മാറ്റർ. ഹി അക്സെപ്റ്റഡ് മൈ അഡ്വൈസ് ഇൻ ദിസ് മാറ്റർ. ഇക്കാര്യത്തിൽ അവൻ എൻ്റെ ഉപദേശം സ്വീകരിച്ചു. ഇതുപോലെ തന്നെ തോന്നുന്ന വേറൊരു വാക്കാണ് എക്സെപ്റ്റ്. ഇതിൻ്റെ അർത്ഥം ഒഴികെയെന്നാണ്. വി വർക്ക് എവറി ഡേ എക്സെപ്റ്റ് സൺഡേ. ഞായറാഴ്ച ഒഴികെ എല്ലാ ദിവസവും ഞങ്ങൾ ജോലി ചെയ്യുന്നു. ബിസൈഡ്. ബിസൈഡ് എന്ന് പറഞ്ഞാൽ അരികിൽ. ഹി വാസ് സിറ്റിംഗ് ബിസൈഡ് മീ. ഹി വാസ് സിറ്റിംഗ് ബിസൈഡ് മീ. അവൻ എൻ്റെ അരികിൽ ഇരിക്കുകയായിരുന്നു. ബിസൈഡ്സ്. ഇവിടെ ബിസൈഡിന്റെ കൂടെ ഒരു എസ്സും കൂടെ ഉണ്ട്. ഇതിന്റെ അർത്ഥം കൂടാതെ എന്നാണ്. ബിസൈഡ്സ്, കൂടാതെ. ബിസൈഡ്സ് മിൽക്ക് ആൻഡ് ബട്ടർ വി നീഡ് സം വെജിറ്റബിൾസ്. പാലും വെണ്ണയും കൂടാതെ ഞങ്ങൾക്ക് കുറച്ച് പച്ചക്കറികൾ ആവശ്യമാണ്, അല്ലെങ്കിൽ പച്ചക്കറികൾ വേണം. പ്രിറ്റൻഡ്. നടിക്കുക, ഭാവിക്കുക, അഭിനയിക്കുക, ഇതൊക്കെയാണ് ഇതിന്റെ അർത്ഥം. ഡോണ്ട് പ്രിറ്റൻഡ് യു ഡോണ്ട് നോ. നിനക്കറിയില്ലെന്ന് അല്ലെങ്കിൽ നിങ്ങൾക്കറിയില്ലെന്ന് നടിക്കരുത്. പോർട്ടബിൾ. പോർട്ടബിൾ എന്ന് പറഞ്ഞാൽ എടുത്തുകൊണ്ട് പോകാവുന്ന എന്നാണ് അർത്ഥം. ഐ ഹാവ് എ പോർട്ടബിൾ വാഷിംഗ് മെഷീൻ. ഐ ഹാവ് എ പോർട്ടബിൾ വാഷിംഗ് മെഷീൻ. എനിക്ക് പോർട്ടബിൾ ആയ അല്ലെങ്കിൽ എടുത്തുകൊണ്ട് പോകാവുന്ന ഒരു വാഷിംഗ് മെഷീൻ ഉണ്ട്.
ഇതുപോലെ തന്നെ തോന്നുന്ന ഒരു വാക്കാണ് പോർട്ടബിൾ. ഇവിടെ ആറില്ല, പോർട്ടബിൾ. പോർട്ടബിൾ എന്ന് പറഞ്ഞാൽ കുടിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പാനയോഗ്യമായ ഇതൊക്കെയാണ് അർത്ഥം. പോണ്ട് വാട്ടർ ഈസ് നോട്ട് പോർട്ടബിൾ. പോണ്ട് വാട്ടർ ഈസ് നോട്ട് പോർട്ടബിൾ. കുളത്തിലെ വെള്ളം കുടിക്കാൻ പറ്റിയതല്ല. പോണ്ട് എന്ന് പറഞ്ഞാൽ കുളം. കുളത്തിലെ വെള്ളം കുടിക്കാൻ പറ്റിയതല്ല. സംഹൗ, എങ്ങനെയെങ്കിലും, ഇതാണ് ഇതിൻ്റെ അർത്ഥം. വി മസ്റ്റ് സ്റ്റോപ്പ് ഹിം ഫ്രം സീയിങ് ഹർ സംഹൗ. എങ്ങനെയെങ്കിലും അവളെ കാണുന്നതിൽ നിന്ന് അവനെ തടയണം. വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഡോണ്ട് വറി, വിൽ ഗെറ്റ് ദ മണി ബാക്ക് സംഹൗ. ഡോണ്ട് വറി, വിൽ ഗെറ്റ് ദ മണി ബാക്ക് സംഹൗ. ഡോണ്ട് വറി, വിഷമിക്കേണ്ട. വിൽ ഗെറ്റ് ദ മണി ബാക്ക് സംഹൗ, എങ്ങനെയെങ്കിലും നമുക്ക് പണം തിരികെ കിട്ടും. എക്സ്പാൻഡ്. എക്സ്പാൻഡ് എന്ന് പറഞ്ഞാൽ വികസിപ്പിക്കുക, വിപുലീകരിക്കുക, വിസ്തൃതമാക്കുക എന്നൊക്കെയാണ് അർത്ഥം. വി ഹാവ് പ്ലാൻസ് ടു എക്സ്പാൻഡ് അവർ കമ്പനി. വി ഹാവ് പ്ലാൻസ് ടു എക്സ്പാൻഡ് അവർ കമ്പനി. ഞങ്ങളുടെ കമ്പനി വിപുലീകരിക്കാൻ ഞങ്ങൾക്ക് പ്ലാൻസ് ഉണ്ട് അല്ലെങ്കിൽ പദ്ധതികളുണ്ട്. മെറ്റൽസ് എക്സ്പാൻഡ് വെൻ ദേ ആർ ഹീറ്റഡ്. മെറ്റൽസ് എക്സ്പാൻഡ് വെൻ ദേ ആർ ഹീറ്റഡ്. മെറ്റൽസ് എന്ന് പറഞ്ഞാൽ ലോഹങ്ങൾ. ചൂടാക്കുമ്പോൾ ലോഹങ്ങൾ വികസിക്കുന്നു. ഇതുപോലെ തന്നെ തോന്നുന്ന വേറൊരു വാക്കാണ് എക്സ്പെൻഡ്. ഇവിടെ സ്പെല്ലിങ്ങിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഇ ആണ് ഇവിടെ ഉള്ളത്. എക്സ്പെൻഡ്. ഇതിന്റെ അർത്ഥം ചെലവഴിക്കുക, വിനിയോഗിക്കുക എന്നൊക്കെയാണ്. ഡോണ്ട് എക്സ്പെൻഡ് ഓൾ യുവർ ടൈം ഓൺ സച്ച് എ യൂസ്ലെസ് ജോബ്. അത്തരം യൂസ്ലെസ് ആയ അല്ലെങ്കിൽ ഉപയോഗശൂന്യമായ ജോലിയിൽ നിങ്ങളുടെ മുഴുവൻ സമയവും ചെലവഴിക്കരുത്. ക്രെഡിബിൾ, വിശ്വാസയോഗ്യമായ, വിശ്വസനീയമായ, ഇതൊക്കെയാണ് അർത്ഥം. The story does not appear credible. The story does not appear credible. Appear എന്ന് പറഞ്ഞാൽ തോന്നുക, കാണുക എന്നൊക്കെയാണ് അർത്ഥം. കഥ വിശ്വസനീയമായി തോന്നുന്നില്ല. worthy, യോഗ്യൻ, അർഹതയുള്ള, ഇതൊക്കെയാണ് അർത്ഥം. He is worthy of our praise. He is worthy of our praise. Praise എന്ന് പറഞ്ഞാൽ പ്രശംസ, സ്തുതി, ഇതൊക്കെയാണ് അർത്ഥം. He is worthy of our praise. അവൻ നമ്മളുടെ പ്രശംസയ്ക്ക് യോഗ്യനാണ്. ഇമാജിൻ. ഇമാജിൻ എന്ന് പറഞ്ഞാൽ സങ്കല്പിക്കുക, ചിന്തിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. I can't imagine my life without you. I can't imagine my life without you. നീ ഇല്ലാതെ എൻ്റെ ജീവിതം എനിക്ക് ചിന്തിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ സങ്കല്പിക്കാൻ കഴിയില്ല. ഡിറ്റക്ട്. ഡിറ്റക്ട് എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കുക. ദ ഡെന്റിസ്റ്റ് കുഡ് ഡിറ്റക്ട് നോ സൈൻ ഓഫ് ഡിക്കേ ഇൻ ഹർ ടീത്ത്. ദ ഡെന്റിസ്റ്റ് കുഡ് ഡിറ്റക്ട് നോ സൈൻ ഓഫ് ഡിക്കേ ഇൻ ഹർ ടീത്ത്. അവളുടെ പല്ലുകളിൽ ദ്രവിച്ചതിൻ്റെ ലക്ഷണമൊന്നും ഡെന്റിസ്റ്റിന് അല്ലെങ്കിൽ ദന്തരോഗ വിദഗ്ധന് കണ്ടെത്താനായില്ല. ഡിസ്ട്രോയ്. ഡിസ്ട്രോയ് എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുക, തകർക്കുക, ഇതൊക്കെയാണ് അർത്ഥം. The bomb blast destroyed the village. The bomb blast destroyed the village. ബോംബ് സ്ഫോടനം ഗ്രാമത്തെ നശിപ്പിച്ചു അല്ലെങ്കിൽ ഗ്രാമത്തെ തകർത്തു. ഫ്രീക്വൻ്റ്ലി. ഫ്രീക്വൻ്റ്ലി എന്ന് പറഞ്ഞാൽ അടിക്കടി, ഇടയ്ക്കിടെ, ഇതൊക്കെയാണ് അർത്ഥം. The list is updated frequently. The list is updated frequently. ലിസ്റ്റ് ഇടയ്ക്കിടെ അപ്ഡേറ്റ് ചെയ്യുന്നു. അപ്ഡേറ്റ് ചെയ്യാന്ന് വെച്ചാൽ പുതുക്കുക, പരിഷ്കരിക്കുക എന്നൊക്കെയാണ് അർത്ഥം. കോൺട്രാസ്റ്റ്. കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞാൽ താരതമ്യം, വ്യത്യാസം, ഇതാണ് അർത്ഥം. ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ് ടു കോൺട്രാസ്റ്റ് ദ ടു റൈറ്റേഴ്സ്. റൈറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എഴുത്തുകാർ. രണ്ട് എഴുത്തുകാരെയും താരതമ്യം ചെയ്യുന്നത് ഇൻട്രസ്റ്റിംഗ് ആണ് അല്ലെങ്കിൽ രസകരമാണ്. ചാലഞ്ച്. ചാലഞ്ച് എന്ന് പറഞ്ഞാൽ വെല്ലുവിളി. ഐ എം റെഡി ഫോർ എനി ചാലഞ്ച്. ഐ എം റെഡി ഫോർ എനി ചാലഞ്ച്. ഞാൻ ഏത് വെല്ലുവിളിക്കും തയ്യാറാണ്. ഓപ്റ്റിമിസ്റ്റിക്, ശുഭാപ്തി വിശ്വാസമുള്ള, ശുഭപ്രതീക്ഷയുള്ള, ഇതൊക്കെയാണ് അർത്ഥം. ഹി ഈസ് ഓപ്റ്റിമിസ്റ്റിക് അബൌട്ട് ദി ഫ്യൂച്ചർ. ഹി ഈസ് ഓപ്റ്റിമിസ്റ്റിക് അബൌട്ട് ദി ഫ്യൂച്ചർ. അവൻ ഭാവിയെക്കുറിച്ച് ശുഭാപ്തി വിശ്വാസമുള്ളവനാണ്. ഓർഡിനറി. ഓർഡിനറി എന്ന് പറഞ്ഞാൽ സാധാരണമായ. ഇറ്റ് വാസ് എ വെരി ഓർഡിനറി ഡേ ടുഡേ. ഇറ്റ് വാസ് എ വെരി ഓർഡിനറി ഡേ ടുഡേ.
ഇന്ന് വളരെ സാധാരണമായ ഒരു ദിവസമായിരുന്നു. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ ആം ആൻ ഓർഡിനറി ഓഫീസ് വർക്കർ. ഐ ആം ആൻ ഓർഡിനറി ഓഫീസ് വർക്കർ. ഞാനൊരു സാധാരണ ഓഫീസ് ജീവനക്കാരനാണ്. ടെൻഡൻസി. ടെൻഡൻസി എന്ന് പറഞ്ഞാൽ പ്രവണത. ഹി ഹാസ് എ ടെൻഡൻസി ടു ഫോർഗെറ്റ് തിങ്സ്. ഹി ഹാസ് എ ടെൻഡൻസി ടു ഫോർഗെറ്റ് തിങ്സ്. അവന് കാര്യങ്ങൾ മറക്കാനുള്ള ഒരു പ്രവണതയുണ്ട്. സഫിഷ്യന്റ്. സഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ മതിയായ, പര്യാപ്തമായ, ഇതൊക്കെയാണ് അർത്ഥം. ഈസ് ഇറ്റ് അവൈലബിൾ ഇൻ സഫിഷ്യന്റ് ക്വാണ്ടിറ്റി? ഈസ് ഇറ്റ് അവൈലബിൾ ഇൻ സഫിഷ്യന്റ് ക്വാണ്ടിറ്റി? ഇത് മതിയായ അളവിൽ ലഭ്യമാണോ? അവൈലബിൾ എന്ന് വെച്ചാൽ ലഭ്യമായ എന്നാണ് അർത്ഥം. ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ അളവ്. ഇത് മതിയായ അളവിൽ ലഭ്യമാണോ? സഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ പര്യാപ്തമായ എന്നാണ് അർത്ഥമെങ്കിൽ ഡെഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ അപര്യാപ്തമായ എന്നാണ് അർത്ഥം. Their food is deficient in iron. അവരുടെ ഭക്ഷണത്തിൽ ഇരുമ്പിന്റെ അപര്യാപ്തതയുണ്ട്, അല്ലെങ്കിൽ ഇരുമ്പിന്റെ കുറവുണ്ട്. Ability, കഴിവ് എന്നാണ് അർത്ഥം. He has the ability to do the work. അവന് ജോലി ചെയ്യാനുള്ള കഴിവുണ്ട്. Probably, മിക്കവാറും, ഒരുപക്ഷേ, ഇതാണ് അർത്ഥം. She is probably in her early 40s. She is probably in her early 40s. അവൾ ഒരുപക്ഷെ 40കളുടെ തുടക്കത്തിലായിരിക്കാം. സീം. സീം എന്ന് പറഞ്ഞാൽ തോന്നുക, കാണുക, ഇതൊക്കെയാണ് അർത്ഥം. ദിസ് ഐഡിയ സീംസ് ഇൻട്രസ്റ്റിംഗ്. ദിസ് ഐഡിയ സീംസ് ഇൻട്രസ്റ്റിംഗ്. ഈ ഐഡിയ അല്ലെങ്കിൽ ഈ ആശയം ഇൻട്രസ്റ്റിംഗ് ആയി, രസകരമായി തോന്നുന്നു. അൺനെസസറി, അനാവശ്യമായ അല്ലെങ്കിൽ ആവശ്യമല്ലാത്ത. വി ഷുഡ് അവോയ്ഡ് അൺനെസസറി എക്സ്പെൻസസ്. വി ഷുഡ് അവോയ്ഡ് അൺനെസസറി എക്സ്പെൻസസ്. അവോയ്ഡ് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക, എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ ചെലവുകൾ. നമ്മൾ അനാവശ്യ ചെലവുകൾ ഒഴിവാക്കണം. പോസിബിൾ, സാധ്യമായ, സംഭവിക്കാവുന്ന, ഇതൊക്കെയാണ് അർത്ഥം. കോൾ ഇൻ ദിസ് ഈവനിങ് ഇഫ് പോസിബിൾ. കോൾ ഇൻ ദിസ് ഈവനിങ് ഇഫ് പോസിബിൾ. സാധ്യമെങ്കിൽ ഇന്ന് വൈകുന്നേരം വിളിക്കൂ. പോസിബിൾ സാധ്യമായ എന്നാണ് അർത്ഥമെങ്കിൽ ഇമ്പോസിബിൾ എന്ന് പറഞ്ഞാൽ അസാധ്യമായ, അസംഭവ്യമായ എന്നൊക്കെയാണ് അർത്ഥം. ദിസ് ഈസ് ഇമ്പോസിബിൾ. ദിസ് ഈസ് ഇമ്പോസിബിൾ. ഇത് അസാധ്യമാണ്. യൂഷ്വലി, സാധാരണയായി. വി യൂഷ്വലി ഗോ ടു ദ പാർക്ക് ഓൺ സൺഡേസ്. വി യൂഷ്വലി ഗോ ടു ദ പാർക്ക് ഓൺ സൺഡേസ്. ഞങ്ങൾ സാധാരണയായി ഞായറാഴ്ചകളിൽ പാർക്കിൽ പോകാറുണ്ട്. ഹോപ്പ്ഫുള്ളി, പ്രതീക്ഷയോടെ. ഹോപ്പ്ഫുള്ളി ഐ ബി ബാക്ക് ഹോം ബൈ 10 o'clock. ഹോപ്പ്ഫുള്ളി ഐ ബി ബാക്ക് ഹോം ബൈ 10 o'clock. 10 മണിയാകുമ്പോഴേക്കും ഞാൻ വീട്ടിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഡെഫിനറ്റ്ലി, തീർച്ചയായും, ഉറപ്പായി, ഇതൊക്കെയാണ് അർത്ഥം. ഡെഫിനറ്റ്ലി ഐ നീഡ് എ ഹോളിഡേ. ഡെഫിനറ്റ്ലി ഐ നീഡ് എ ഹോളിഡേ. എനിക്ക് തീർച്ചയായും ഒരു അവധി ആവശ്യമാണ്. ഹാബിറ്റ്. ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ ശീലം. എവ്രി മാൻ ഹാസ് ഹിസ് ഓൺ ഹാബിറ്റ്. എവ്രി മാൻ ഹാസ് ഹിസ് ഓൺ ഹാബിറ്റ്. ഓരോ മനുഷ്യനും അവരുടേതായ ശീലമുണ്ട്. ഓൾവേസ്, എപ്പോഴും, എല്ലായ്പ്പോഴും, ഇതൊക്കെയാണ് അർത്ഥം. He always tries, but he doesn't always succeed. He always tries, but he doesn't always succeed. അവൻ എപ്പോഴും ശ്രമിക്കുന്നു, പക്ഷെ അവൻ എപ്പോഴും വിജയിക്കുന്നില്ല. സാറ്റിസ്ഫൈഡ്, തൃപ്തിയായ അല്ലെങ്കിൽ തൃപ്തമായ, സന്തുഷ്ടമായ, ഇതൊക്കെയാണ് അർത്ഥം. I am not satisfied with his answer. I am not satisfied with his answer. അവന്റെ ഉത്തരത്തിൽ ഞാൻ തൃപ്തനല്ല. തേഴ്സ്റ്റി, ദാഹിച്ചു വലഞ്ഞ അല്ലെങ്കിൽ തൊണ്ട വരണ്ട, ഇതൊക്കെയാണ് അർത്ഥം. They were hungry and thirsty. ഹംഗ്രി എന്ന് പറഞ്ഞാൽ വിശപ്പ്. അവർക്ക് വിശപ്പും ദാഹവും ഉണ്ടായിരുന്നു. കംഫർട്ടബിൾ, സുഖകരമായ, ആശ്വാസകരമായ, ഇതൊക്കെയാണ് അർത്ഥം. Their car was bigger and therefore more comfortable. Their car was bigger and therefore more comfortable. അവരുടെ കാർ വലുതായിരുന്നു, അതുകൊണ്ട് കൂടുതൽ സുഖപ്രദമായിരുന്നു. കൺട്രിബ്യൂട്ട്, സംഭാവന ചെയ്യുക, സഹായം ചെയ്യുക, സഹകരിക്കുക, ഇതൊക്കെയാണ് അർത്ഥം.
ഡു യു വിഷ് ടു കൺട്രിബ്യൂട്ട്? നിങ്ങൾക്ക് സംഭാവന ചെയ്യാൻ താല്പര്യമുണ്ടോ? ടെമ്പററി, താൽക്കാലികമായ. ദ ഡിലേ ഈസ് ഓൺലി ടെമ്പററി. ഡിലേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലതാമസം. ദ ഡിലേ ഈസ് ഓൺലി ടെമ്പററി. കാലതാമസം താൽക്കാലികം മാത്രമാണ്. പെർമനന്റ്, സ്ഥിരമായ, ശാശ്വതമായ, ഇതൊക്കെയാണ് അർത്ഥം. ഐ ഹാവ് എ പെർമനന്റ് ജോബ് ഹിയർ. ഐ ഹാവ് എ പെർമനന്റ് ജോബ് ഹിയർ. എനിക്കിവിടെ സ്ഥിരമായൊരു ജോലിയുണ്ട്. അറ്റൈൻ, എത്തുക, എത്തിച്ചേരുക, കൈവരിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. The car can attain a top speed of 200 mph. mph എന്ന് പറഞ്ഞാൽ മൈൽസ് പെർ അവർ. കാറിന് 200 മൈൽ വേഗത കൈവരിക്കാനാകും. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദിസ് കൈൻഡ് ഓഫ് ട്രീ ക്യാൻ അറ്റൈൻ എ ഹൈറ്റ് ഓഫ് 20 feet. ഇത്തരത്തിലുള്ള മരത്തിന് 20 അടി ഉയരത്തിൽ എത്താൻ കഴിയും. കോൺസിക്വൻസ്, അനന്തരഫലം. ഡോണ്ട് ബി അൺഈസി അബൌട്ട് ദി കോൺസിക്വൻസ്. അൺഈസി എന്ന് പറഞ്ഞാൽ അസ്വസ്ഥമായ, വിഷമമുള്ള, സുഖമില്ലാത്ത എന്നൊക്കെയാണ് അർത്ഥം. ഡോണ്ട് ബി അൺഈസി അബൌട്ട് ദി കോൺസിക്വൻസ്. അനന്തരഫലങ്ങളെക്കുറിച്ച് അസ്വസ്ഥരാകരുത്. ആസ്പയർ, ആഗ്രഹിക്കുക, ആശിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. എവ്രി വൺ ആസ്പയർസ് ടു ഹാവ് എ ബെറ്റർ ലൈഫ്. ബെറ്റർ എന്ന് പറഞ്ഞാൽ കൂടുതൽ നല്ലത്, മെച്ചപ്പെട്ട എന്നൊക്കെയാണ് അർത്ഥം. എവ്രി വൺ ആസ്പയർസ് ടു ഹാവ് എ ബെറ്റർ ലൈഫ്. മെച്ചപ്പെട്ട ജീവിതം ലഭിക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു. സർക്കാസ്റ്റിക്, പരിഹാസം ഉൾക്കൊള്ളുന്ന, പരിഹാസാത്മകമായ, ഇതൊക്കെയാണ് അർത്ഥം. വാസ് ഷീ ബീയിങ് സർക്കാസ്റ്റിക്? അവൾ പരിഹാസത്തോടെ പെരുമാറുകയായിരുന്നോ? ഇന്റൻഷനലി, മനഃപൂർവ്വം, കരുതിക്കൂട്ടി, ഇതൊക്കെയാണ് അർത്ഥം. ഷീ വുഡ് നെവർ ഇന്റൻഷനലി ഹേർട്ട് എനിവൺ. അവൾ ഒരിക്കലും മനഃപൂർവ്വം ആരെയും വേദനിപ്പിക്കില്ല. ഇമ്പരറ്റീവ്, അനിവാര്യമായ, അത്യാവശ്യമായ, ഇതാണ് അർത്ഥം. ഇൻ ബിസിനസ് ഗുഡ് ബിഹേവിയർ ഈസ് ഇമ്പരറ്റീവ്. ബിസിനസ്സിൽ നല്ല പെരുമാറ്റം അനിവാര്യമാണ് അല്ലെങ്കിൽ അത്യാവശ്യമാണ്. മോഡസ്റ്റ്, മര്യാദ, വിനയം, അഹംഭാവമില്ലാത്ത, ഇതൊക്കെയാണ് അർത്ഥം. ഹി ഈസ് എ വെരി മോഡസ്റ്റ് പേഴ്സൺ. അവൻ വളരെ എളിമയുള്ള വ്യക്തിയാണ്. റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം അല്ലെങ്കിൽ ചുമതല. ഹി ഹാസ് നോ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി. അവന് ഉത്തരവാദിത്വ ബോധമില്ല. പൊളൈറ്റ്, മര്യാദയുള്ള, സഭ്യമായ, ഇതാണ് അർത്ഥം. ബി പൊളൈറ്റ് ടു എവ്രി വൺ. എല്ലാവരോടും നന്നായി പെരുമാറുക. ടോളറേറ്റ്, സഹിക്കുക, അനുവദിക്കുക, താങ്ങാൻ കഴിയുക, ഇതൊക്കെയാണ് അർത്ഥം. ഐ കാൻ ടോളറേറ്റ് യുവർ ബാഡ് മാനേഴ്സ് എനി ലോങ്ങർ. നിങ്ങളുടെ മോശം പെരുമാറ്റം ഇനി എനിക്ക് സഹിക്കാനാവില്ല. സ്റ്റെയർ, തുറിച്ചു നോക്കുന്നതിനെയാണ് സ്റ്റെയർ എന്ന് പറയുന്നത്. ഡോണ്ട് സ്റ്റെയർ അറ്റ് മീ. എന്നെ തുറിച്ചു നോക്കരുത്. എസെൻഷ്യൽ, അത്യാവശ്യമായ, പ്രധാനമായ, അത്യന്താപേക്ഷിതമായ, ഇതൊക്കെയാണ് അർത്ഥം. ഏർലി ബുക്കിംഗ് ഈസ് എസെൻഷ്യൽ ആസ് സ്പേസ് ഈസ് ലിമിറ്റഡ്. സ്ഥലപരിമിതി ഉള്ളതിനാൽ നേരത്തെയുള്ള ബുക്കിംഗ് അനിവാര്യമാണ് അല്ലെങ്കിൽ അത്യാവശ്യമാണ്. എക്സ്പെക്റ്റഡ്, പ്രതീക്ഷിക്കുക അല്ലെങ്കിൽ പ്രത്യാശിക്കുക. വി എക്സ്പെക്റ്റഡ് മോർ ഫ്രം യു. വി എക്സ്പെക്റ്റഡ് മോർ ഫ്രം യു. നിങ്ങളിൽ നിന്ന് ഞങ്ങൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നു. അൺഎക്സ്പെക്റ്റഡ്, അപ്രതീക്ഷിതമായ. ഹിസ് ഡിപ്പാച്ചർ വാസ് ക്വൈറ്റ് അൺഎക്സ്പെക്റ്റഡ്. ഡിപ്പാച്ചർ എന്ന് പറഞ്ഞാൽ വേർപാട് അല്ലെങ്കിൽ യാത്ര തിരിക്കൽ എന്നൊക്കെയാണ് അർത്ഥം. ഹിസ് ഡിപ്പാച്ചർ വാസ് ക്വൈറ്റ് അൺഎക്സ്പെക്റ്റഡ്. അദ്ദേഹത്തിന്റെ വേർപാട് തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. ഹാർഡ്ഷിപ്പ്, കഷ്ടപ്പാട്, ഞെരുക്കം, ഇതൊക്കെയാണ് അർത്ഥം. വി ആർ റെഡി ടു ഫേസ് എനി ഹാർഡ്ഷിപ്പ്. ഏത് പ്രയാസവും അല്ലെങ്കിൽ ഏത് കഷ്ടപ്പാടും നേരിടാൻ ഞങ്ങൾ തയ്യാറാണ്. എക്സ്പ്രസ്, പ്രകടിപ്പിക്കുക, ആവിഷ്കരിക്കുക, സൂചിപ്പിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. വേർഡ്സ് കാൻ't എക്സ്പ്രസ് വാട്ട് ഐ ഫെൽറ്റ് ദെൻ. എനിക്കപ്പോൾ തോന്നിയത് വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കാൻ കഴിയില്ല. ഹെസിറ്റേറ്റ്, മടിക്കുക, സംശയിക്കുക, ശങ്കിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. പ്ലീസ് ഡോണ്ട് ഹെസിറ്റേറ്റ് ടു കോൾ മീ. പ്ലീസ് ഡോണ്ട് ഹെസിറ്റേറ്റ് ടു കോൾ മീ. ദയവായി എന്നെ വിളിക്കാൻ മടിക്കരുത്.
റിഗ്രറ്റ് പശ്ചാത്താപം അല്ലെങ്കിൽ ഖേദം. ഐ റിഗ്രറ്റ് സ്പെൻഡിങ് സോ മച്ച് മണി ഓൺ എ കാർ. ഐ റിഗ്രറ്റ് സ്പെൻഡിങ് സോ മച്ച് മണി ഓൺ എ കാർ. ഒരു കാറിനായി ഇത്രയും പണം ചെലവഴിച്ചതിൽ ഞാൻ പശ്ചാത്തപിക്കുന്നു അല്ലെങ്കിൽ ഞാൻ ഖേദിക്കുന്നു. വാനിഷ് അപ്രത്യക്ഷമാകുക, അദൃശ്യമാകുക, കാണാതെയാവുക എന്നൊക്കെയാണ് അർത്ഥം. ദ മജീഷ്യൻ മേഡ് ദ റാബിറ്റ് വാനിഷ്. മാന്ത്രികൻ മുയലിനെ അപ്രത്യക്ഷമാക്കി. ബൈൻഡ് കെട്ടുക അല്ലെങ്കിൽ ബന്ധിക്കുക എന്നാണ് അർത്ഥം. ബൈൻഡ് ദ പ്രിസണേഴ്സ് ഹാൻഡ്സ് ടുഗെദർ. പ്രിസണർ എന്ന് വെച്ചാൽ തടവുകാരൻ. തടവുകാരന്റെ കൈകൾ ഒരുമിച്ച് കെട്ടുക. ഹാംഫുൾ ഹാനികരമായ അല്ലെങ്കിൽ ദോഷകരമായ. സ്മോക്കിംഗ് ഈസ് ഹാംഫുൾ ടു യുവർ ഹെൽത്ത്. സ്മോക്കിംഗ് ഈസ് ഹാംഫുൾ ടു യുവർ ഹെൽത്ത്. പുകവലി നിങ്ങളുടെ ആരോഗ്യത്തിന് ഹാനികരമാണ്. സ്പോയിൽ നശിപ്പിക്കുക, ചീത്തയാക്കുക, കേടുവരിക, ഇതൊക്കെയാണ് അർത്ഥം. ഡോണ്ട് ലെറ്റ് ഹിം സ്പോയിൽ യുവർ ഈവനിങ്. ഡോണ്ട് ലെറ്റ് ഹിം സ്പോയിൽ യുവർ ഈവനിങ്. നിങ്ങളുടെ സായാഹ്നം നശിപ്പിക്കാൻ അവനെ അനുവദിക്കരുത്. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സം കൈൻഡ് ഓഫ് ഫുഡ് സൂൺ സ്പോയിൽ. ചിലതരം ഭക്ഷണം പെട്ടെന്ന് കേടാവും. ലാവിഷ് ആഡംബരത്തോടെ, അമിതമായ, ഇതൊക്കെയാണ് അർത്ഥം. They lived a very lavish lifestyle. They lived a very lavish lifestyle. അവർ വളരെ ആഡംബരപൂർണമായ ജീവിത രീതിയാണ് നയിച്ചിരുന്നത്. ഒപ്പീനിയൻ അഭിപ്രായം അല്ലെങ്കിൽ ചിന്താഗതി. യുവർ ഒപ്പീനിയൻ വിൽ നോട്ട് അഫക്ട് മൈ ഡിസിഷൻ. അഫക്ട് എന്ന് പറഞ്ഞാൽ ബാധിക്കുക, ഡിസിഷൻ എന്ന് പറഞ്ഞാൽ തീരുമാനം. യുവർ ഒപ്പീനിയൻ വിൽ നോട്ട് അഫക്ട് മൈ ഡിസിഷൻ. നിങ്ങളുടെ അഭിപ്രായം എൻ്റെ തീരുമാനത്തെ ബാധിക്കില്ല. റിജക്റ്റ് അവഗണിക്കുക, തള്ളിക്കളയുക, നിരസിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. അക്സെപ്റ്റ് ഇറ്റ് ഓർ റിജക്റ്റ് ഇറ്റ്. അക്സെപ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു, സ്വീകരിക്കുക എന്നാണ് അർത്ഥം. അക്സെപ്റ്റ് ഇറ്റ് ഓർ റിജക്റ്റ് ഇറ്റ്. അത് സ്വീകരിക്കുക അല്ലെങ്കിൽ നിരസിക്കുക. സ്കോൾഡ് ശാസിക്കുക, ശകാരിക്കുക, വഴക്ക് പറയുക, ഇതൊക്കെയാണ് അർത്ഥം. ഡോണ്ട് സ്കോൾ ദ ചൈൽഡ് വിതൗട്ട് റീസൺ. ഡോണ്ട് സ്കോൾ ദ ചൈൽഡ് വിതൗട്ട് റീസൺ. റീസൺ എന്ന് പറഞ്ഞാൽ കാരണം. കാരണമില്ലാതെ കുട്ടിയെ ശകാരിക്കരുത് അല്ലെങ്കിൽ വഴക്ക് പറയരുത്. ഗിൽറ്റി കുറ്റക്കാരനായ, അപരാധിയായ അല്ലെങ്കിൽ കുറ്റബോധമുള്ള എന്നൊക്കെയാണ് അർത്ഥം. ഐ എം ഫീലിംഗ് വെരി ഗിൽറ്റി. എനിക്ക് വല്ലാത്ത കുറ്റബോധം തോന്നുന്നു. റിട്രീവ് വീണ്ടെടുക്കുക അല്ലെങ്കിൽ തിരികെ കൊണ്ടുവരിക എന്നൊക്കെയാണ് അർത്ഥം. ഷീ ട്രൈഡ് ഹാർഡ് ടു റിട്രീവ് ഹർ ലക്ഷൂറിയസ് ലൈഫ്. അവളുടെ ആഡംബര ജീവിതം വീണ്ടെടുക്കാൻ അവൾ കഠിനമായി ശ്രമിച്ചു. ലയബിലിറ്റി ബാധ്യത അല്ലെങ്കിൽ കടബാധ്യത എന്നാണ് അർത്ഥം. ഇറ്റ് ഈസ് മൈ ലയബിലിറ്റി. അത് എൻ്റെ ബാധ്യതയാണ്. പ്രഡിക്ഷൻ പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രവചനം. ഹെർ പ്രഡിക്ഷൻസ് ആർ ഓഫൻ റൈറ്റ്. അവളുടെ പ്രവചനങ്ങൾ പലപ്പോഴും ശരിയാണ്. പ്രോപ്പർ ശരിയായ, യോജിച്ച, ഉചിതമായ, ഇതൊക്കെയാണ് അർത്ഥം. ഇറ്റ് മസ്റ്റ് ബി ഡൺ ഇൻ എ പ്രോപ്പർ വേ. ഇറ്റ് മസ്റ്റ് ബി ഡൺ ഇൻ എ പ്രോപ്പർ വേ. അത് ശരിയായ രീതിയിൽ ചെയ്യണം. വിഷ് ആഗ്രഹം, അഭിലാഷം, മോഹം, ഇതൊക്കെയാണ് അർത്ഥം. ഐ വിഷ് വി ഹാഡ് എ കാർ. നമുക്കൊരു കാർ ഉണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രൊഫിഷ്യന്റ് സമർത്ഥൻ, വിദഗ്ധൻ അല്ലെങ്കിൽ മിടുക്കൻ, ഇതൊക്കെയാണ് അർത്ഥം. ഹി ഈസ് പ്രൊഫിഷ്യന്റ് അറ്റ് ഹിസ് ജോബ്. അവൻ തന്റെ ജോലിയിൽ സമർത്ഥനാണ്. പെർട്ടിക്കുലർ പ്രത്യേകമായ അല്ലെങ്കിൽ സവിശേഷമായ എന്നൊക്കെയാണ് അർത്ഥം. ഐ ഹാവ് നത്തിങ് പെർട്ടിക്കുലർ ടു ടോക്ക് അബൌട്ട്. ഐ ഹാവ് നത്തിങ് പെർട്ടിക്കുലർ ടു ടോക്ക് അബൌട്ട്. എനിക്ക് പ്രത്യേകിച്ചൊന്നും സംസാരിക്കാനില്ല. ഓൾദോ എങ്കിലും, എന്നാലും, എന്നിട്ടും, ഇതൊക്കെയാണ് അർത്ഥം. ഓൾദോ മൈ കാർ ഈസ് വെരി ഓൾഡ് ഇറ്റ് സ്റ്റിൽ റൺസ് വെരി വെൽ. ഓൾദോ മൈ കാർ ഈസ് വെരി ഓൾഡ്. എൻ്റെ കാറ് വളരെ പഴയതാണെങ്കിലും ഇറ്റ് സ്റ്റിൽ റൺസ് വെരി വെൽ. അതിപ്പോഴും നന്നായി ഓടുന്നു. അനോയ് ശല്യപ്പെടുത്തുക, ഉപദ്രവിക്കുക, വിഷമിപ്പിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ഡോണ്ട് അനോയ് മീ. ഡോണ്ട് അനോയ് മീ. എന്നെ ശല്യപ്പെടുത്തരുത്.
കമ്പൽസറി നിർബന്ധിതമായ. എഡ്യൂക്കേഷൻ ഈസ് കമ്പൽസറി ഇൻ ബ്രിട്ടൻ. ബ്രിട്ടനിൽ വിദ്യാഭ്യാസം നിർബന്ധമാണ്. ഈസ് ഇംഗ്ലീഷ് എ കമ്പൽസറി സബ്ജക്ട്? ഇംഗ്ലീഷ് ഒരു നിർബന്ധിത വിഷയമാണോ? റിലയബിൾ വിശ്വാസയോഗ്യമായ, വിശ്വസനീയമായ എന്നൊക്കെയാണ് അർത്ഥം. വി ആർ ലുക്കിംഗ് ഫോർ സംവൺ ഹൂ ഈസ് റിലയബിൾ ആൻഡ് ഹാർഡ് വർക്കിംഗ്. വി ആർ ലുക്കിംഗ് ഫോർ സംവൺ ഹൂ ഈസ് റിലയബിൾ ആൻഡ് ഹാർഡ് വർക്കിംഗ്. വിശ്വസനീയവും കഠിനാധ്വാനിയുമായ ഒരാളെയാണ് ഞങ്ങൾ തിരയുന്നത്. ഡെഡിക്കേഷൻ സമർപ്പണം അല്ലെങ്കിൽ ആത്മസമർപ്പണം, ഇതാണ് അർത്ഥം. വിത്ത് ഇനഫ് ഹാർഡ് വർക്ക് ആൻഡ് ഡെഡിക്കേഷൻ എനിത്തിങ് ഈസ് പോസിബിൾ. ഇനഫ് എന്ന് പറഞ്ഞാൽ മതിയാവണ്ണം അല്ലെങ്കിൽ വേണ്ടത്ര എന്നൊക്കെയാണ് അർത്ഥം. വിത്ത് ഇനഫ് ഹാർഡ് വർക്ക് ആൻഡ് ഡെഡിക്കേഷൻ എനിത്തിങ് ഈസ് പോസിബിൾ. വേണ്ടത്ര കഠിനാധ്വാനവും അർപ്പണബോധവും ഉണ്ടെങ്കിൽ എന്തും സാധ്യമാണ്. ഇൻസൊളന്റ് ധിക്കാരമുള്ള അല്ലെങ്കിൽ വിനയമില്ലാത്ത എന്നൊക്കെയാണ് അർത്ഥം. ഐ ഹേറ്റ് ഹർ ഇൻസൊളന്റ് ബിഹേവിയർ. ബിഹേവിയർ എന്ന് പറഞ്ഞാൽ പെരുമാറ്റം. ഐ ഹേറ്റ് ഹർ ഇൻസൊളന്റ് ബിഹേവിയർ. അവളുടെ ധിക്കാരപരമായ പെരുമാറ്റം ഞാൻ വെറുക്കുന്നു. റിലൈ വിശ്വസിക്കുക, ആശ്രയിക്കുക അല്ലെങ്കിൽ വിശ്വാസം അർപ്പിക്കുക എന്നൊക്കെയാണ് അർത്ഥം. ഐ നോ ഐ ക്യാൻ റിലൈ ഓൺ യു. എനിക്ക് നിന്നെ ആശ്രയിക്കാൻ കഴിയുമെന്ന് എനിക്കറിയാം. ബോദർ ശല്യം, ശല്യപ്പെടുത്തുക, ഉപദ്രവിക്കുക, ബുദ്ധിമുട്ടിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ഐ ഡോണ്ട് വാണ്ട് ടു ബോദർ യു. ഐ ഡോണ്ട് വാണ്ട് ടു ബോദർ യു. നിന്നെ ശല്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എഡിബിൾ ഭക്ഷ്യയോഗ്യമായ അല്ലെങ്കിൽ കഴിക്കാൻ പറ്റിയ എന്നൊക്കെയാണ് അർത്ഥം. ആർ ദീസ് മഷ്റൂംസ് എഡിബിൾ? ഈ കൂണുകൾ ഭക്ഷ്യയോഗ്യമാണോ അല്ലെങ്കിൽ കഴിക്കാൻ പറ്റിയതാണോ? സ്കെയർ പേടിപ്പിക്കുക അല്ലെങ്കിൽ ഭയപ്പെടുത്തുക എന്നൊക്കെയാണ് അർത്ഥം. ലൗഡ് നോയ്സ് ക്യാൻ സ്കെയർ ആനിമൽസ്. ലൗഡ് നോയ്സ് ക്യാൻ സ്കെയർ ആനിമൽസ്. ഉച്ചത്തിലുള്ള ശബ്ദം മൃഗങ്ങളെ ഭയപ്പെടുത്തും അല്ലെങ്കിൽ പേടിപ്പെടുത്തും. ഇറിറ്റേറ്റ് ശുണ്ഠി പിടിപ്പിക്കുക, പ്രകോപിപ്പിക്കുക, അസ്വസ്ഥതയുണ്ടാക്കുക, ഇതൊക്കെയാണ് അർത്ഥം. പ്ലീസ് ഡോണ്ട് ഇറിറ്റേറ്റ് മീ. ദയവായി എന്നെ പ്രകോപിപ്പിക്കരുത്. അലോ സമ്മതിക്കുക അല്ലെങ്കിൽ അനുവദിക്കുക. വി ഡു നോട്ട് അലോ സ്മോക്കിംഗ് ഇൻ ദ ഹാൾ. വി ഡു നോട്ട് അലോ സ്മോക്കിംഗ് ഇൻ ദ ഹാൾ. ഹാളിൽ പുകവലിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. എൻകറേജ് പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ ധൈര്യം പകരുക എന്നാണ് അർത്ഥം. ഹിസ് പാരൻസ് എൻകറേജ് ഹിം ഇൻ ഹിസ് സ്റ്റഡീസ്. ഹിസ് പാരൻസ് എൻകറേജ് ഹിം ഇൻ ഹിസ് സ്റ്റഡീസ്. അവന്റെ മാതാപിതാക്കൾ അവനെ പഠനത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നു. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ നാളെ തന്നെ ഉണ്ടാവില്ല. ഇതിന്റെ ഇടയിൽ സ്റ്റോറീസും കോൺവെർസേഷനും സെന്റൻസസും ഒക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഇതിന്റെ കൂടെ തന്നെ അതും കാണുക. അടുത്ത 100 വാക്കുകളായിട്ട് വരുന്നവരെ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഇതൊന്ന് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.